ഉറപ്പുകൾ പലതും നൽകിയെങ്കിലും ഇക്കുറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കെട്ടിയിറക്കൽ സ്ഥാനാർത്ഥി ഉണ്ടാകും. സംസ്ഥാനത്തിലെ നേതാക്കളെ മറികടന്നുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് താൽപ്പര്യമുള്ള ചിലരെങ്കിലും ഇക്കുറിയും നൂലിൽ ഇറങ്ങി വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്നാൽ ഇക്കുറി സംസ്ഥാനത്തിന് പരിചിതരല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് പകരം ലോകം അറിയുന്ന നയതന്ത്രജ്ഞരുടെ രൂപത്തിലായിരിക്കും ആ വരവ്. ശശി തരൂർ മോഡൽ പരീക്ഷണത്തിനാണ് കോൺഗ്രസ് ഇക്കുറി ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് നയതന്ത്രജ്ഞൻ വേണു രാജാമണി സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. ശശി തരൂരിന്റെ അതേ നിലവാരത്തിലുള്ള ചില സ്ഥാനാർത്ഥികൾ ഇക്കുറി മത്സരരംഗത്ത് ഉണ്ടാകും. അതിലേറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന പേരാണ് വിദേശകാര്യ സർവീസിലുള്ള വേണു രാജാമണിയുടേത്. മുൻ KSU പ്രവർത്തകൻ കൂടിയായ ഇദ്ദേഹം ഇക്കുറി കോൺഗ്രസ് ടിക്കറ്റിൽ രംഗത്തുണ്ടാകും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. തൃശൂർ, പത്തനംതിട്ട മണ്ഡലങ്ങളിലാണ് വേണു രാജാമണിയുടെ പേര് പരിഗണിക്കുന്നത്. എന്നാൽ മണ്ഡലത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കോട്ടയം സംബന്ധിച്ച തർക്കത്തിന് പരിഹാരം ഉണ്ടായതിനു ശേഷം മാത്രമേ പത്തനംതിട്ട മണ്ഡലത്തിലെ കാര്യത്തിൽ അന്തിമ നിലപാടിൽ കോൺഗ്രസ് എത്തുകയുള്ളൂ. ഉമ്മൻചാണ്ടി മത്സരരംഗത്ത് വരികയാണെങ്കിൽ കോട്ടയം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് പകരം ഇടുക്കി കേരള കോൺഗ്രസിന് നൽകാനാണ് നീക്കം. കേരള കോൺഗ്രസിനും ഇക്കാര്യത്തിൽ വലിയ തർക്കമുണ്ടാകില്ല എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഇടുക്കി ലഭിച്ചാൽ മാണി ഗ്രൂപ്പിലെ തർക്കത്തിനും ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ലഭിക്കുന്ന സ്ഥാനങ്ങളെല്ലാം കുടുംബാംഗങ്ങൾക്കായി വീതം വയ്ക്കുന്നുവെന്ന പരാതി ആ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അതിന്റെ സൂചന കൂടിയാണ് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ PJ ജോസഫ് സ്വന്തം നിലയിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന ഉപവാസ സമരവും. സാധാരണ സമരമാണെന്ന് പരസ്യമായി പറയുന്നുണ്ടെങ്കിലും അതൃപ്തിയാണ് ഇതിന് പിന്നിലെന്നാണ് പിന്നാമ്പറ സംസാരം. ആ സാഹചര്യത്തിൽ KM മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ കോട്ടയവും ഇടുക്കിയും വച്ചുമാറും. കോട്ടയത്ത് ഉമ്മൻചാണ്ടിയും ഇടുക്കിയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയും വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വേണ്ടിവരും. ശബരിമല വിഷയവും മറ്റും ഏറെ ബാധിക്കുന്ന ജില്ലയായ പത്തനംതിട്ടയിൽ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി വരുന്നത് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാഹചര്യം ഉരുത്തിരിയുകയാണെങ്കിൽ വേണു രാജാമണിയാകും അവിടെ മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. വിദേശ സർവീസിലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ കോൺഗ്രസ് പാരമ്പര്യം അവകാശപ്പെടാവുന്ന വ്യക്തി കൂടിയാണ് വേണു രാജാമണി. മുൻകാല KSU പ്രവർത്തകരാണ് അദ്ദേഹം. മഹാരാജാസ് കോളേജിലെ KSUവിന്റെ നേതാവായിരുന്നു. അവിടെ നിന്നാണ് വിദേശകാര്യ സർവീസിലേക്ക് പോയത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹത്തെ നെതർലൻഡിലെ ഹൈക്കമ്മീഷണറായി നിയമിക്കുകയായിരുന്നു. ഡോക്ടർ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് നിന്നും പാർലമെന്റിലെത്തിച്ച ദേശീയതലത്തിൽ വളർത്തിയ തന്ത്രമാണ് വേണു രാജാമണിയുടെ കാര്യത്തിലും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ അംഗീകാരം നേടിയ വ്യക്തികൾ സ്ഥാനാർത്ഥിയായി വരുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നും വിലയിരുത്തലുണ്ട്. അത് സംസ്ഥാന വ്യാപകമായി തന്നെ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും അവർ വിലയിരുത്തുന്നു. എന്നാൽ ഇതിനെതിരെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുമുണ്ട്. കെട്ടിയിറക്കൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അത്തരത്തിലുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന് ചില സീറ്റ് മോഹികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്ത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. സിവിൽ വിദേശകാര്യ സർവീസിലുള്ളവരെ ഒപ്പം കൊണ്ടുവരികയെന്ന കോൺഗ്രസ് പാർട്ടിയുടെ നയത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.